ഒരു കുട്ടിയെ പറ്റി അവന്റെ അച്ഛനമ്മമാര് പറയാണ്, എന്റെ മോൻ രാത്രി 11 മണി 12 മണി വരെ ഇരുന്ന് പഠിക്കും, ചിലപ്പോൾ 1 മണി വയ്ക്കൊക്കെയാ വന്ന് കിടക്കുന്നേ എന്ന് പറയാറുണ്ട്. അപ്പം ഇവന്റെ പരീക്ഷയുടെ മാർക്ക് എടുത്ത് നോക്കിയാലോ, ഇവന് മാർക്കില്ല, ഇവന് പരീക്ഷാ പേടിയാണ്. എന്താ കാര്യം? ഇവന് സമയം കൃത്യമായിട്ടല്ല വിനിയോഗിക്കുന്നത്. ഇവൻ കുറേ പദ്യങ്ങൾ കാണാതെ പഠിക്കും, കുറേ എസ്സേ കാണാതെ പഠിക്കും, ചോദ്യോത്തരങ്ങളൊക്കെ കാണാതെ പഠിക്കും. എന്നിട്ട് പരീക്ഷാ സമയം ആകുമ്പോഴത്തേക്ക് ഇവന് ഭയങ്കര പേടി, അത് വല്ലതും മറന്നു പോകുന്നു. അതുപോലെ തന്നെ മറന്നും പോകും. അത് കൃത്യമായിട്ട് സമയം വിനിയോഗിക്കാതെ, അത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ കൃത്യമായി വിനിയോഗിക്കാത്തത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണത്. ചില ആളുകൾ പറഞ്ഞു കേൾക്കാം, ബിസിയാന്ന്. എന്ത് കാര്യത്തിന് വിളിച്ചാലും ഇവര് ബിസിയാ. എന്നാൽ ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതൊട്ടില്ല തന്നെ. ഫലം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ്ടേ? ചെയ്യുന്ന കാര്യത്തിൽ 100% ഉത്തരവാദിത്തം അവരവർക്ക് വേണ്ടേ? ചെയ്യുന്ന കാര്യങ്ങൾ 1-2 എണ്ണ ചെയ്തുള്ളെങ്കിലും അത് ഭംഗിയായിട്ട് ചെയ്യുക. അല്ലാതെ ഒരേ സമയം 10 കാര്യങ്ങൾ എടുത്തു ഒരു കാര്യം പോലും ശരിയാവാതെ പോകുന്നതിലും നല്ലത് 1-2 കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ്. ഈ പരതൽ ഇല്ലാതാക്കുന്നത് തന്നെ വളരെ നല്ലതല്ലേ? ഒരു കാര്യം ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, എന്റെ കണ്ണട എന്തിയെ, എന്റെ വാച്ച് എന്തിയെ, എന്റെ പേന എവിടെ കൊണ്ടുപോയി വെച്ചു, എന്റെ പേഴ്സ് എന്തിയെ? ഇതൊന്നൊക്കെ കൃത്യമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്താൽ പോരെ. കേട്ടിട്ടില്ലേ? ഞാൻ നാളൊരു ഓഫീസിൽ പോയപ്പോൾ കണ്ടതാണ് പരതൽ അപേക്ഷ. അതെന്താ സാധനം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയാ, ഒരു ഫയൽ കണ്ടെത്താൻ വേണ്ടി നമുക്ക് അത് കൃത്യമായിട്ട് കണ്ടെത്തണമെന്ന് ഒരു അപേക്ഷ കൊടുക്കണം, എന്നാലേ കിട്ടുള്ളൂ. അതെന്തൊരു പരിപാടിയാണ് അത്? ഇത് ഓരോ ഫയലിനും നമ്പർ ഉള്ളതല്ല, ആ നമ്പർ അനുസരിച്ച് കൃത്യമായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന കാര്യമല്ലേ ഇത്? ഈ അടുക്കി വെച്ചിരിക്കുന്ന പോയി എടുത്താൽ പോരെ. ഇതിനൊരു പരതലിന്റെ ആവശ്യം എന്താ ഉള്ളത്? ചിലരുടെ ടേബിൾ കണ്ടിട്ടില്ലേ, വർക്കിംഗ് ടേബിൾ ആയാലും കൊള്ളാം, സ്റ്റഡി ടേബിൾ ആയാലും കൊള്ളാം, അതിന്റെ മുകളിലില്ലാത്ത സാധനങ്ങളില്ല. പല ബസ് ടിക്കറ്റ് വരെ അവിടെ ഉണ്ട്, പഴയ ബസ് ടിക്കറ്റ് വരെ. എന്തിനതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഇത് ക്ലീൻ ചെയ്യുന്ന നേരത്ത് അവർക്ക് ആകെ ഒരു വിഷമാണ്. ഇത് ആവശ്യമുള്ളതാണോ? 10-100 പ്രാവശ്യം അവരതിങ്ങനെ മറിച്ച് നോക്കും. എന്തിനാ അതിന്റെ ആവശ്യം? ചപ്പ് ചവറുകൾ സൂക്ഷിച്ചു വെക്കുന്നത്? ഇത് എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠയും വ്യക്തതയൊക്കെ വേണ്ടേ? എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് കേട്ടിട്ടില്ലേ? ഇംഗ്ലീഷിൽ പറയുന്നതാണ്. സമയത്ത് സ്റ്റിച്ച് ചെയ്താൽ ഒരുപാട് പൈസ ലാഭിക്കാം. അതുപോലെ മോറോ ആൻഡ് ബോറോ റൈംസ് വെൽ വിത്ത് സോറോ എന്ന് കേട്ടിട്ടില്ലേ? നാളെ നീളെ എന്ന് പറയുന്നത് ദുഃഖത്തിലേക്കാണെന്ന്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ആർക്ക് വേണ്ടിയും തിരമാലയും സമയവും വെയിറ്റ് ചെയ്യുന്നില്ല, വരുന്നു പോകുന്നു. അതിനുള്ള ആ സമയം കൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരേ സമയം തന്നെയാണ്. ആ സമയത്തിനുള്ളിൽ അവനവന്റെ കാര്യങ്ങൾ അവനവൻ കൃത്യമായിട്ട് ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പ്രത്യേകിച്ചും.